ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഈ ഒരു സ്ലീവ് ഡിസൈനിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. നമ്മൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യുന്ന ടോപ്പിൻ്റെ സ്ലീവിലൊക്കെ ഈ ഒരു സ്ലീവ് ഡിസൈൻ ചെയ്തെടുത്താൽ വളരെ ഭംഗിയായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ സ്ലീവ് ഓൾറെഡി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് 18 ഇഞ്ചാണ്. ഇനി ഈ സ്ലീവിൽ 15 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്ലീവിൻ്റെ നല്ല വശമാണ് മുകൾ ഭാഗത്ത് വരുന്നത്. ഇതിൻ്റെ നല്ല വശത്തേക്ക് ഈ 15 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വെക്കാം. എന്നിട്ട് ഈ മടക്കി വെച്ചിട്ടുള്ള ഈ ഒരു തുണിയുടെ താഴ്ഭാഗം ചെറുതായി റോങ് സൈഡിലേക്കൊന്ന് മടക്കി വീണ്ടും ഒന്നുകൂടെ മടക്കി പിൻ ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി സ്ലീവിൽ ബട്ടൺസ് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് വീതിയുള്ള ടാപ്പാണ് ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ടാപ്പിൻ്റെ നീളം എടുക്കുന്നത് 3.5 ഇഞ്ചാണ്, തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട്. അപ്പോൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. ഇനി ഈ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് നിന്നും മുകളിലേക്ക് 1 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ 3/4 ഇഞ്ച് മാർക്ക് ചെയ്ത് ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ വരച്ചെടുക്കണം. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ താഴ്ഭാഗം ഒഴിച്ച് ബാക്കിയുള്ള ഭാഗം 1/4 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല വശം പുറത്തേക്കൊന്ന് മറിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നല്ല വശം പുറത്തേക്ക് മറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്ലീവുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഈ സ്ലീവിൻ്റെ സെൻറ്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്യണം. അപ്പോൾ സ്ലീവ് ഇതുപോലെ ഒന്ന് പിടിച്ച് ഇതിൻ്റെ സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ഈ സ്ലീവിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗത്ത് ഈ ടാപ്പ് ഇതുപോലെ ഒന്ന് കയറ്റി വെച്ച് പിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ടാപ്പ് ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് ഇവിടെ ഒരു ബട്ടൺസ് തുന്നി കൊടുത്താൽ മതി. ഇത്രയുമാണ് ഈ ഒരു സ്ലീവിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത്. വളരെ എളുപ്പമാണ് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാൻ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. പിന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം. ഇതുപോലെയുള്ള വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.